അതെ 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 മാറ്റം വരണം, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരണം എന്നുള്ളതിന്റെ ഒരു അതൊരു നല്ലൊരു പുതിയ മേളപ്രമാണിമാരും വേണേ. സ്ഥാനത്തേക്ക്. അതെ 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 പുതിയ മേളപ്രമാണിമാര് ഉയർന്നു വരണം. ഇനി എത്രയോ കൊല്ലത്തേക്ക് ഈ തൃശ്ശൂർ പൂരം ഒരു മുടക്കമില്ലാതെ നടക്കണം. ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ഇവിടെ മേളപ്രമാണിമാര് വേണമല്ലോ. അപ്പം അത് കൃത്യം പുതിയ ആൾക്കാരെ എത്തിക്കുക, പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തുക. കാരണം അവർക്കൊരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ പെരുവൻകുട്ടന്മാരുടെ അടക്കം നമ്മൾ കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പെരുവൻകുട്ടന്മാരെന്നുള്ളത് ഒരു ഐക്കോൺ, അതായത് ഒരു ഐക്കണായിട്ട് അവിടെ ഉണ്ട്. ഇപ്പൊ പൂരങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ ഓർക്കുന്ന ചില മേളക്കാര് അവർ ഉള്ളിലേക്ക് ഓടി വരുന്നത്. പെട്ടെന്ന് ഓർമ്മ വരുന്ന നടൻ ജയറാമിനെയാണ്. എല്ലാ പൂരത്തിലും കാണപ്പെടുന്ന ഒരാളാണ് സിനിമാ നടൻ ജയറാമും. ഫ്രണ്ടിൽ നിന്നും കൊട്ടാനാണ്. അതെ, നടനാണോ മേളപ്രേമിയാണോ ആനപ്രേമിയാണോ എന്നുള്ള ഒരു കാര്യത്തിൽ തൃശ്ശൂർ പ്രേമിയാണോ പ്രേമിയും ആനപ്രേമിയും ഒക്കെയാണ് ഏറ്റവും ആദ്യം എപ്പോഴും. ഇപ്പം ഈ ജയറാം, ഇപ്പൊ നടൻ ജയറാം അടക്കം ഏറ്റവും ആദ്യം പറയുന്നത് ഞാൻ ആദ്യം ഒരു ആനപ്രേമിയാണ്, പിന്നെ ഒരു മേളപ്രേമിയാണ്, പിന്നെ ഒരു പൂരപ്രേമിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു എന്തായാലും തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ആദ്യം ഈ ആനകളുടെ വരവും ഈ പ്രദർശനം വെക്കണം, ഈ ചിലങ്കയുടെ അല്ലെങ്കിൽ ചെങ്ങലയുടെ ശബ്ദം, ഇതെല്ലാം കൃത്യമായി എനിക്ക് ഈ 2 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വൈബിലാണ് ഈ നാടെങ്ങും. അതേപോലെ ഈ ആനകളെ കാണുമ്പം ഇപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയത്തില്ല. അതെ, കുറെയൊക്കെ ഇപ്പൊ ഞാൻ ഈ ആനപ്രേമി ആയതുകൊണ്ട് പൊക്കി പറയാന്ന് വിചാരിക്കരുത്. കുറച്ചൊക്കെ ഒന്ന് കണ്ട ഇപ്പം അതിന്റെ ചില ട്രോളുകൾ പോലെ ചില വാക്കുകളുടെ തൃശ്ശൂർകാർക്ക് ആനയുടെ പിണ്ടം കണ്ടാലും തിരിച്ചറിയാൻ കഴിയും. അതാണ് ഞങ്ങളുടെ കഴിവത്തുള്ള രീതിയിൽ. അതിന്റെ ഇതെന്താണെന്നറിയോ, അത് ശരിക്കും പറഞ്ഞ അത്രത്തോളം ആനകളെ ഇഷ്ടമാണെന്നുള്ളതിന്റെ ഒരു അതിനെ ഒന്ന് ഇതാക്കി പറയുന്നതാണ്. ചെവി കണ്ടു, കൊമ്പ് കണ്ടു, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. കൃത്യമായിട്ട് ഓരോ ആനകൾക്കും പ്രത്യേകതകളുണ്ട്. ഇപ്പം ഈ അതെ അതെ ഈ നഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തുമ്പിക്കൈയൊക്കെ ഈ താഴെ കിടന്ന് ഇങ്ങനെ എഴയണം. തെച്ചിക്കോട്ടെ രാമചന്ദ്രൻ ഒരു പ്രത്യേകതയുണ്ട്, കാളിക്കറിയോ? രാമൻ കൊമ്പ് കുത്തില്ല താഴെ തിടമ്പേറ്റുന്ന സമയത്ത്. കൊമ്പ് കുത്തില്ല മാത്രമല്ല, ഈ തലയെടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ തല ഈ നേരെ എടുത്ത് ഈ മുൻകാല് മുന്നോട്ട് പ്രഷർ കൊടുത്ത് ബാക്കിലെ കാല് മാറ്റി തല പൊക്കുന്ന സമയത്ത് ഈ താഴെ നിന്നുള്ള ഈ മുകളിൽ ഈ മസ്തകത്തിന്റെ ഏറ്റവും അറ്റം വരെയുള്ള ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അതാണ് ഈ തലയെടുപ്പ് എന്ന് പറയുന്നത്. അതിലാണ് ഈ മാറി നിൽക്കുന്നത് ഈ തെച്ചിക്കോട്ടുകാവിനെ. ഒരു കാര്യം ഓർമ്മ വന്നു. ഇതുപോലെ രാമചന്ദ്രൻ ഒരു പൂരത്തിന് പോയിരുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ആനകളും ഇങ്ങനെ നിരന്ന് നിൽക്കുക. ആ സമയത്ത് തിടമ്പ് ഏറ്റി നിൽക്കുന്ന ആനകളുടെ തലയെടുപ്പ് ആരാണ് ഏറ്റവും വലുത് എന്നുള്ള ആ ഒരു ചടങ്ങുണ്ടല്ലോ. ആ സമയത്ത് എല്ലാ ആനകളും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. ഒരുവിധ എല്ലാ ആനകളും ഉണ്ട്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഉണ്ട്. രാമചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു തിടമ്പ് ആ ഒരു ടൈം ആയ സമയത്ത് ഒരു നിപ്പ് നിന്നു. ആ ഒരു ആനപ്രേമി എന്ന രീതിയിൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും ആ ഒരു കാഴ്ച. രസം എന്താ പറയാ,